ചോദിച്ചു, ഉമ്മാ ഞാനൊന്ന് മദീന വരെ പോകട്ടെ, ഹബീബായ നബി ഒന്ന് കണ്ടുവരട്ടെയോ, അങ്ങ് സമ്മതം തരുമോ? മദീനയിലേക്ക് പോകുന്നതിന് കുഴപ്പമില്ല മോനെ, നീ എങ്ങാനും അവിടെ ചെന്ന് നേരം വൈകിയാൽ ഉമ്മാക്ക് ആരുണ്ട്? ഉമ്മ നേരം വൈകുകയാണെങ്കിൽ ഞാൻ ഉടനെ തിരിച്ചു വരും, ഹബീബിനെ കണ്ടില്ലെങ്കിൽ ഞാൻ അധികം കാത്തു നിൽക്കില്ല ഉമ്മ, ഞാൻ തിരിച്ചു വരാം, പൊയ്ക്കോട്ടെ. എന്നാൽ പൊയ്ക്കോ മോനെ. അങ്ങനെയാണ് യമനിൽ നിന്നും മദീനയിലേക്ക് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു വരുന്നത്. ഹബീബിന്റെ വീട്ടിൽ വന്നു, യമനിൽ നിന്ന് യാത്ര ചെയ്തു വന്നു, ഹബീബിനെ കാണുന്നില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധത്തിലേക്കോ മറ്റോ പോയ സന്ദർഭമാണത്. ഒരുപാട് ശത്രുക്കൾ ഇസ്ലാമിനെതിരെ ആക്രമണവുമായി വന്നപ്പോ പ്രതിരോധ യുദ്ധങ്ങളാണെന്ന് നടന്നത് എന്ന് സാന്ദർഭികമായി പറയട്ടെ. നിബിതങ്ങൾ കൊല ചെയ്യാൻ വന്നവരല്ല, ഹബീബായ നിബിതങ്ങൾ യുദ്ധം തുടങ്ങി വെച്ചവരല്ല. ഇസ്ലാമിനെ എതിർക്കാനും മുസ്ലിമീങ്ങളെ തുരത്താനും അവരുടെ ജന്മനാടായ മക്ക പോലും ഉപേക്ഷിച്ച് മദീനയിൽ വന്നിട്ട് പോലും അവിടെയും അവരെ നിർക്കില്ല, അവരെ പൊറുപ്പിക്കില്ല എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യാൻ വന്നവരോട് പ്രതികരിക്കാനാണ് നബിതങ്ങൾ പോകുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടുകാരോട് ചോദിച്ചു, ഹബീബ് എന്ന് തിരിച്ചു വരും എന്ന് വരുമെന്നറിയില്ല, ഹബീബെന്ന് തിരിച്ചു വരും എന്ന് വരുമെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. ചിലപ്പോ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം, ചിലപ്പോ 2 മാസം പറയാൻ കഴിയില്ല. ഉവൈസ് എന്നവർ ആലോചിച്ചു, റബ്ബേ എന്റെ ഉമ്മ, റബ്ബേ നിന്റെ ഹബീബ് റസൂലുള്ളാഹ്, ഹബീബിനെ കാണാൻ ഇവിടെ തന്നെ കാത്തുകിടക്കണോ? അല്ല, എന്റെ ഉമ്മ പറഞ്ഞു പെട്ടെന്ന് വരണം, ആ ഉമ്മയെ കാണാൻ തിരിച്ചു പോകണോ? ഉമ്മയെ കാണാം. അല്ലാഹുവല്ലേ പറഞ്ഞത്, അനിഷ്കുർലി വലിവാലിദൈക, എനിക്ക് നന്ദി ചെയ്യണം, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം, അതുകൊണ്ട് തിരിച്ചു പോകാം. അങ്ങനെ മദീനയിൽ നിന്ന് യമനിലേക്ക് തിരിച്ചുപോയി. ഹബീബിനെ കണ്ടില്ല, അതുകൊണ്ട് സ്വഹാബിയായില്ല. ഹബീബിന്റെ കൂടെ ഇരിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് സ്വഹാബിയായില്ല. ഹബീബിന്റെ സുഹ്ബത്ത് ഒരു സെക്കൻഡെങ്കിലും കിട്ടിയില്ല, അതുകൊണ്ട് സ്വഹാബിയല്ല. പക്ഷേ നബിയുടെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹു ദുആക്ക് ഉത്തരം കൊടുത്തില്ലേ? ഉവൈസ് എന്നവർ കൈയുയർത്തിയാൽ ദുആഇന് ഉത്തരമാണ്. എന്ത് ചോദിക്കുന്നു ഉടനെ തന്നെ അല്ലാഹു കൊടുക്കും. എന്തുകൊണ്ടെന്നറിയോ? ലിബിർരിഹി ബി ഉമ്മിഹി, സ്വന്തം ഉമ്മയോട് ചെയ്ത സേവനം കൊണ്ട്, ഉമ്മയോട് ചെയ്ത ബഹുമാനം, ഉമ്മയോട് കാണിച്ച ആദരവ്, ഉമ്മയോട് കാണിച്ച കടപ്പാട് കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മുടെ ന്യൂ ജനറേഷൻ മനസ്സിലാക്കണേ, സ്വന്തം ഉമ്മയെ വാപ്പയെ വിഷമിപ്പിക്കല്ലേ, മനോവിഷമമുണ്ടാക്കി മനസ്സ് തകർത്ത് കണ്ടവരുടെ കൂടെ ഓടിമറയല്ലേ. അവരുടെ ഖൽബിൽ നിന്നുയരുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള പോലെ അവരെ സ്നേഹിക്കുകയും അവരെ ഇഷ്ടപ്പെടുത്തുകയും ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പോലും അല്ലാഹു ഉത്തരം തരും. ആ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഒരു ദിവസം